CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF-നും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ വിമർശനവുമായി CPIM നേതാവ് M സ്വരാജ്. നിലതെറ്റിയ രാഷ്ട്രീയവുമായാണ് UDF മുന്നോട്ടു പോകുന്നതെന്ന് സ്വരാജ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു M സ്വരാജ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരു ചേർക്കലും ചിഹ്നം പതിപ്പിക്കലും നടന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 മേശകളിലായാണ് സജ്ജീകരണം നടന്നത്. വിവിധ മുന്നണികളിലായി ത്രിതല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിശ്വകർമ്മജരെ വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് വിശ്വകർമ്മ മഹാസഭ. വിശ്വകർമ്മജർക്ക് മതിയായ ഭരണ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മുന്നണികൾ തയ്യാറാകണമെന്നും വിശ്വകർമ്മ മഹാസഭ ആവശ്യപ്പെട്ടു. 64ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആവേശകരമായ പരിസമാപ്തി. 982 പോയിന്റോടെയാണ് ആലത്തൂർ ഉപജില്ല ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നിൽ 981 പോയിന്റോടെ പാലക്കാടും 942 പോയിന്റോടെ തൃത്താല ഉപജില്ല മൂന്നാമതുമെത്തി. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഒപ്പന മത്സരം മികവുറ്റതാക്കി മത്സരാർത്ഥികൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ DHSS നെല്ലിപ്പുഴയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ PRKHSS വാണിയംകുളവും ജേതാക്കളായി. UDF-നും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ വിമർശനവുമായി CPIM നേതാവ് M സ്വരാജ്. നിലതെറ്റിയ രാഷ്ട്രീയവുമായാണ് UDF മുന്നോട്ടു പോകുന്നതെന്ന് സ്വരാജ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്വരാജ്. ഏതു വിധേനയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF ഇപ്പോൾ അപകടകരമായ ബാന്ധവങ്ങളിലേക്കാണ് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-ലെ പുതിയ ഘടകകക്ഷിയായി മാറിയിട്ടുള്ളത്. ഔപചാരികമായി ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മൂന്നാമത്തെ ഘടകകക്ഷിയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി എക്കാലവും മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിച്ചത്. RSS-നെ അതിശക്തമായി നമ്മുടെ മതനിരപേക്ഷ സമൂഹം എതിർക്കുന്നത് മതരാഷ്ട്ര നിലപാടിൻ്റെ പേരിലാണ്. RSS-ന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം. രണ്ടും സമൂഹത്തെ അപകടത്തിലേക്കാണ് നയിക്കുക. ഇരു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ വർഗീയ താല്പര്യങ്ങളുമായി UDF ഔപചാരികമായി തന്നെ ബാന്ധവത്തിലേർപ്പെടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ മൂന്നാമത്തെ ഘടകകക്ഷിയായാണ് ഇപ്പോൾ രംഗത്തുള്ളത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളെ നിർണയിക്കുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പാറശാലയിൽ നിന്നൊരു വാർത്ത വന്നു. അവിടെ RSS-ന്റെ നേതാവായ ബേബി കുമാർ, അദ്ദേഹം RSS-ന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ അവരുടെ പഥസഞ്ചലനത്തിൽ അവരുടെ ഔദ്യോഗിക യൂണിഫോമിൽ നേതൃത്വം കൊടുത്ത മുഴുവൻ സമയ RSS പ്രവർത്തകനാണ്. അദ്ദേഹമാണ് പാറശാലയിൽ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ RSS-മായി ഇങ്ങനെയുള്ള പ്രാദേശിക നീക്കുപോക്കുകൾ തെക്കൻ കേരളത്തിൽ ഉണ്ടാകുന്നു. കേരളത്തിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെടുത്തു എന്ന നിലയിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്യും. ഇതെല്ലാം മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നടപടികളാണ്. പക്ഷേ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വോട്ടർമാർ ഇത്തരം തെറ്റായ നിലപാടുകളെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം. നാടിൻ്റെ സമാധാന അന്തരീക്ഷം എക്കാലവും നിലനിൽക്കണം. ജനപക്ഷ വികസന കാഴ്ചപ്പാടുകൾ കൂടുതൽ ശക്തിപ്പെടണം. പ്രാദേശിക വികസനം കൂടുതൽ ഊർജിതമാവണം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പൊതുവിൽ മുൻപോട്ട് വെക്കുന്നത്. ജോൺ ബ്രിട്ടാസിനെതിരായ ആരോപണത്തിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. മതേതര നിലപാടുള്ളവരെ RSS ചാപ്പകുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പീഡന പരാതികൾ ഉയർന്നു വരുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കണമെന്ന നിലപാട് കോൺഗ്രസിനില്ലെന്ന് സ്വരാജ് പറഞ്ഞു. കേസുകളിൽ പ്രതിയായ ജനപ്രതിനിധികളും ജയിലിൽ കിടന്നിട്ടുള്ളവരും ഒരു നടപടിക്ക് വിധേയരാകാതെ കോൺഗ്രസിൽ തുടരുകയാണ്. രാഹുൽ വിഷയത്തിൽ മാത്രം ഇങ്ങനെയൊരു നടപടി എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടതെന്നും സ്വരാജ് പറഞ്ഞു. CCN മലപ്പുറം.
ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരു ചേർക്കലും ചിഹ്നം പതിപ്പിക്കലും നടന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 മേശകളിലായാണ് സജ്ജീകരണം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലെയും 6 ഗ്രാമപഞ്ചായത്തുകളിലെയും സ്ഥാനാർത്ഥികളും ഏജന്റുമാരും പങ്കെടുത്തു. ഇത്തവണ EVM ട്രാക്കിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ ശ്രീഹരി പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ 14 വാർഡുകളിലേക്ക് 44 പേരാണ് മത്സരിക്കുന്നത്. കരിമ്പുഴ പഞ്ചായത്തിൽ 66 പേരും, പൂക്കോട്ടുകാവിൽ 42 പേരും, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ 51 പേരും മത്സരിക്കുന്നുണ്ട്. EVM സെറ്റിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൽ 18 ടേബിളുകളായിട്ട് നമ്മുടെ 6 ഗ്രാമപഞ്ചായത്തുകൾക്കും അലോട്ട് ചെയ്തിരിക്കുന്ന മെഷീൻസ് സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്ത് അത് സെറ്റ് ചെയ്യാണ്. സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും ഒക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. വൈകുന്നേരത്തിനകം അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ EVM ട്രാക്കിംഗ് എന്നുള്ളൊരു പുതിയൊരു സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ച് EVM ട്രാക്കിംഗ് കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മളിത് പൂർത്തീകരിച്ച് സ്ട്രോങ് റൂമിലേക്ക് പോകുന്നത്. ഇലക്ഷൻ്റെ ഒരുക്കങ്ങൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വളരെ കൃത്യമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച രീതിയിൽ തന്നെ കൃത്യമായി പൂർത്തിയായി വരികയാണെന്ന് വിവരം അറിയിക്കുന്നു. CCN കടമ്പഴിപ്പുറം. പച്ചനാട്ടുകര പഞ്ചായത്തിലെ ശ്രദ്ധാകേന്ദ്രമായ 16-ാം വാർഡ് കാവുവട്ടം ത്രികോണ മത്സരച്ചൂടിലാണ്. ഇവിടെ BJP സ്ഥാനാർത്ഥിയായ C രാമകൃഷ്ണനാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ വനിതാ വാർഡായിരുന്നിട്ടും മികച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. പരമ്പരാഗത പ്രചാരണ രീതികളിൽ നിന്നു മാറി കൃത്യമായ ആസൂത്രണത്തോടെയാണ് C രാമകൃഷ്ണൻ വോട്ട് ചോദിക്കുന്നത്. മറ്റു സ്ഥാനാർത്ഥികൾ അവധി ദിവസങ്ങളെ ആശ്രയിച്ചപ്പോൾ രാമകൃഷ്ണനും കൂട്ടരും രാവിലെയും വൈകിട്ടും കൃത്യമായി വീടുകൾ കയറി വോട്ടർമാരുമായി സംവദിച്ചു. പ്രചാരണത്തിൽ അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളിലാണ്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഓരോ വീട്ടിലും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് വിശദീകരിച്ച് വികസന സന്ദേശവുമായാണ് സ്ഥാനാർത്ഥി വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത്. യുവജനങ്ങളടക്കമുള്ള പ്രവർത്തകരുടെ വലിയൊരു നിര രാമകൃഷ്ണനൊപ്പം പ്രചാരണ രംഗത്തുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് കാവുവട്ടത്ത് നടക്കുന്നത്. C രാമകൃഷ്ണൻ തന്റെ സംഘടനാ ശേഷിയും കേന്ദ്ര പദ്ധതികളുടെ സ്വാധീനവും ഉപയോഗിച്ച് വാർഡിൽ വിജയം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. BJPയുടെ പ്രചരണം ആദ്യം മുതലേ വളരെ നല്ല രീതിയിലുള്ള പ്രചരണമാണ്. ഇപ്പോൾ ഒരു 4-ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചരണം. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണമാണ് BJP കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിജയസാധ്യത വാർഡുകൾ അതെല്ലാം വളരെ കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഒരു 4 വാർഡുകൾ വിജയിച്ച് കടക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലയിലുള്ള നിഗമനം. അത് വളരെ നല്ല രീതിയിൽ അതിനുള്ള പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടാണ് BJP പ്രാവശ്യം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു വാർഡിൽ 22 പേരെ അടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മറ്റ് സഹപ്രവർത്തകരും കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ പിന്മാറ്റത്തെ ഇതുവരേക്കും പാർട്ടിക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പാർട്ടി വിട്ടു പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനൊപ്പം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വരയ്ക്കും ഒരു പ്രവർത്തകരും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത പോലും ഇവിടെ പ്രചരിച്ചാൽ നമുക്ക് അറിയാൻ കഴിയില്ല. വാർഡിൽ C രാമകൃഷ്ണനെ കൂടാതെ UDFിലെ VD മണികണ്ഠൻ മാസ്റ്ററും LDFിലെ രതീഷ് പൊത്തിരത്തുമാണ് ജനവിധി തേടുന്നത്. CCN ചത്തല്ലൂർ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി KA സുദർശനകുമാർ അലനല്ലൂർ ടൗണിലെ പ്രചാരണം പൂർത്തിയാക്കി. അലനല്ലൂർ അയ്യപ്പൻകാവിൽ നിന്നാണ് മറ്റു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം സുദർശനകുമാർ ടൗൺ പര്യടനം ആരംഭിച്ചത്. അടുത്ത 5 വർഷം കൊണ്ട് ഡിവിഷനിൽ നടപ്പാക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് KA സുദർശനകുമാർ പറഞ്ഞു. കടകളിൽ കയറിയും പൊതു ഇടങ്ങളിൽ ഉണ്ടായിരുന്നവരോടും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യമായാണ് മത്സരിക്കുന്നതെങ്കിലും സുദർശനകുമാറിന് തദ്ദേശ സ്വയംഭരണ രംഗത്ത് വിപുലമായ അനുഭവ സമ്പത്തുണ്ട്. 3 തവണ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാവുകയും 1 വർഷം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ സംയുക്തമായ പ്രചരണ പരിപാടിയാണ് ഇന്നിവിടെ അലനല്ലൂർ ടൗണിൽ നടക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിലവിലുള്ള ഭരണസമിതിയുടെ ഭരണപരമായ വികസനപരമായ പോരായ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. അതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നല്ല നയങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ അലനല്ലൂരിൽ ലഭിക്കുന്നതിനാവശ്യമായ ഒരു ഭരണമാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ പിന്തുണയ്ക്കണം എന്നും അലനല്ലൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം സ്ഥാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം, DYFI ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ 15 വർഷം അലനല്ലൂർ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റായും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായും സഹകരണ മേഖലയിൽ നിറഞ്ഞു നിന്നു. അലനല്ലൂർ AMLP സ്കൂളിൽ 30 വർഷം അധ്യാപകനായിരുന്ന സുദർശനകുമാർ അതേ സ്കൂളിൽ 8 വർഷം പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ച ശേഷം കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. അലനല്ലൂർ ടൗണിലെ പ്രചാരണത്തിനു ശേഷം അലനല്ലൂർ, എടത്തനാട്ടുകര, കോട്ടോപ്പാട മേഖലകളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥി. CCN ചെത്തല്ലൂർ. വിവിധ മുന്നണികളിലായി ത്രിതല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിശ്വകർമ്മജരെ വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് വിശ്വകർമ്മ മഹാസഭ. വിശ്വകർമ്മജർക്ക് മതിയായ ഭരണ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മുന്നണികൾ തയ്യാറാകണമെന്നും വിശ്വകർമ്മ മഹാസഭ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറെ വർഷമായിട്ട് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഭരണ പ്രാതിനിധ്യം എന്ന വിഷയം. മാറി മാറി വരുന്ന സർക്കാരുകൾ സമുദായത്തോട് അവഗണിക്കുകയും സമുദായത്തെ നിശ്ചലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും സമുദായത്തിന് വേണ്ട പരിഗണന നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ എല്ലാ വർഷവും നമ്മൾ ഉന്നയിക്കുന്ന വിഷയമായിരുന്നു ഭരണ പ്രാതിനിധ്യം. ഈ പ്രാവശ്യം നമ്മളെ 3 മുന്നണികളും സമുദായത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഞങ്ങളെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രാതിനിധ്യം തന്നുകൊണ്ട് തന്നെ നമ്മളെ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രവർത്തകരെ തന്നെ സ്ഥാനാർത്ഥികളാവുകയും മറ്റു ജില്ലാ പഞ്ചായത്തുകളിൽ സഭയുടെ ആളുകളെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വിശ്വകർമ്മ കുടുംബങ്ങൾ രംഗത്തിറങ്ങി ഇവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ NDA, LDF, UDF മുന്നണികളിലായി 40-ലധികം വിശ്വകർമ്മജരാണ് മത്സര രംഗത്തുള്ളത്. ഭരണ പ്രാതിനിധ്യം ഞങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയത് കൊണ്ട് മാത്രമായില്ല, ഞങ്ങളെ ഭരണ പ്രാതിനിധ്യത്തിലേക്ക് കൂടെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുപോവുകയും അതോടൊപ്പം ഞങ്ങളെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കപ്പെടുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സമുദായം ഒരു നിശ്ചലാവസ്ഥയിലൂടെ പോവുകയും പരമ്പരാഗത തൊഴിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം എന്ന നിലയിലാണ് ഭരണ പ്രാതിനിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് UDF-ഉം LDF-ഉം അതോടൊപ്പം തന്നെ NDA പരമാവധി പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലടക്കം വേണ്ടത്ര പ്രാതിനിധ്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രാതിനിധ്യം നൽകിയതിന് സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് വിജയിപ്പിക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജൻ തോട്ടത്തിൽ, ചന്ദ്രൻ കൊണ്ടോട്ടി, ശോഭൻ ബാബു, പത്മ ശിവൻ, മിനി സന്തോഷ്, പ്രജീന എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗോത്രകലയായ പളിയനൃത്തത്തിൽ തകർപ്പൻ പ്രകടനവുമായി PTM-YHSS എടപ്പലം 1ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച മത്സരം കാഴ്ചവെച്ച എടപ്പലം ടീം ഈ നേട്ടം തുടർച്ചയായ 2ാം തവണയാണ് സ്വന്തമാക്കുന്നത്. ഗോത്ര കലാരൂപത്തിന്റെ തനിമയും താളവും ചോർന്നു പോകാതെയുള്ള ഇവരുടെ പ്രകടനം വിധികർത്താക്കളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടി. മാസം നീണ്ട കഠിന പരിശീലനത്തിലൂടെയാണ് വിജയം കൈവരിക്കാനായതെന്ന് മത്സരാർത്ഥികളായ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. നല്ല സന്തോഷം തോന്നുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല കിട്ടുന്നു. ഇപ്പൊ കിട്ടിയപ്പോ നല്ല സന്തോഷം തോന്നുന്നു. നല്ലതായിരുന്നു. സാറിന്റെ ഒരു മോട്ടിവേഷൻ സപ്പോർട്ട് കാരണം ഞങ്ങളിവിടെ എത്തി. ടീച്ചേഴ്സിന് ഞങ്ങളുടെ സ്കൂളിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഫസ്റ്റ് അടിക്കണം തന്നെയാണ് ആഗ്രഹം. അടിക്കണം.
തിരൈമാലെ 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 വാരാ തിരൈ പോല മലൈ മോടും വഴി മേഘം വാരാ തിരൈമാലെ 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 വാരാ തിരൈ പോല മലൈ മോടും വഴി മേഘം വാരാ. വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്കൂളിന് അഭിമാനമാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അധ്യാപകർ അറിയിച്ചു. ഞങ്ങൾ കുട്ടികൾ കുറെ കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പരീക്ഷയും അതിനിടയിൽ പല ക്ലാസ്സുകളും അതൊക്കെ മിസ്സാക്കിയിട്ടാണ് പഠിക്കേണ്ടി വന്നിരിക്കുന്നത് അവർക്ക്. പിന്നെ സബ് ജില്ലയിൽ നിന്ന് കിട്ടിയിട്ട് ജില്ലയിലേക്ക് വരുമ്പോൾ പിന്നെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റിയില്ല. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അവരുടെ എഫേർട്ട് തന്നെയാണ്, അവരുടെ എഫേർട്ട് തന്നെ പറയാതെ ഒരു ടീം സ്പിരിറ്റും ഞങ്ങളെ ടീച്ചേഴ്സും കുട്ടികളും കൂടെ ഒത്തൊരുമിച്ച് പ്രത്യേകിച്ച് അവരുടെ എഫേർട്ട് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. CCN പാലക്കാട്. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഒപ്പന മത്സരം മികവുറ്റതാക്കി മത്സരാർത്ഥികൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ DHSS നെല്ലിപ്പുഴയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ TRKHSS വാണിയംകുളവും ജേതാക്കളായി. കലോത്സവ വേദികളിലെ ജനപ്രിയ മത്സരമായ ഒപ്പന മത്സരം കാണാൻ വേദിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. നിറഞ്ഞ വേദിയിൽ നിറഞ്ഞാടിയ തോഴിമാരും മൊഞ്ചത്തിമാരും ആസ്വാദകരുടെ മനം കവർന്നു. വാശിയേറിയ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മണ്ണാർക്കാട് DHSS നെല്ലിപ്പുഴ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാത്രി ഏറെ വൈകിയും വേദിയിൽ മത്സരങ്ങൾ നടന്നു. ഹയർ സെക്കൻഡറി ഫലം വന്നപ്പോൾ ആനന്ദ കണ്ണീർ. സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടിയ കോഡ് നമ്പർ 2 വിജയിലേക്ക് സബ് ജില്ലയിൽ നിന്നും അപ്പീൽ വഴി ജില്ലയിലേക്ക് വന്ന TRKHSS വാണിയംകുളവും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് മലപ്പുറം തിരൂർ സ്വദേശിയായ ഫൈസൽ കന്മനം പറഞ്ഞു. ഇതിലും വലിയ സന്തോഷം ഇനി കിട്ടാനില്ല. കാരണം ഞങ്ങൾ അപ്പീലുമായിട്ട് വന്ന് പാട്ടുകൊണ്ട് ചൂട്ട് കെട്ടി മൂത്ത് കുത്തു ഞാനടി, പാട്ട് കെട്ടാൻ കഴിയൂല്ലെങ്കിൽ പന്തലിൽ നിറങ്ങടി, പാട്ടുകാരൻ പീട്ടി കെട്ടിയ പെണ്ണ് ഞാനെന്ന് ഓർക്കടി എന്ന് പറഞ്ഞത് പഴയകാല കല്യാണ പന്തലാണ്. പക്ഷെ ഇവര് പാട്ടുകൊണ്ട് ചൂട്ട് കെട്ടിയിട്ട് ഇവിടെ ഉള്ള ടീമിനെ ആരോഗ്യകരമായിട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വലിയ സന്തോഷമല്ലേ. അപ്പൊ നമ്മളെ ഒന്നാമത്തെ പാട്ട് ഏതാണ്? അതൊന്ന് പാടി കൊടുക്കും. അധ്യാപകരും നിറഞ്ഞ സന്തോഷത്തിലാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇവർക്ക്
പ്രൈസ് കിട്ടാൻ യോഗ്യത ഉള്ളവരാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അപ്പീൽ കൊടുക്കാൻ കൂട്ടുനിന്നതും ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി നിന്നതും. പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് ഇവരോട് പ്രാക്ടീസ് ചെയ്യുമെന്നോ ഇതിനുവേണ്ടി പരിശ്രമിക്കുമെന്നോ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. സ്റ്റേറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് മത്സരാർത്ഥികളും പറഞ്ഞു. ഒറ്റപ്പാലം സബ് ജില്ലയിൽ നിന്ന് അപ്പീലോണ്ട് വന്നതാണ് ജില്ലാ കലോത്സവത്തിന്. അപ്പോ അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു അപ്പീലായോണ്ടും നന്നായി പെർഫോം ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്തു എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് വരുന്ന വരെ അത്ര എല്ലാരും പറഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ റിസൾട്ട് ഞങ്ങളെ ശരിക്കും. CCN പാലക്കാട്. 64ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആവേശകരമായ പരിസമാപ്തി. 982 പോയിന്റോടെയാണ് ആലത്തൂർ ഉപജില്ല ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നിൽ 981 പോയിന്റോടെ പാലക്കാടും 942 പോയിന്റോടെ തൃത്താല ഉപജില്ല മൂന്നാമതുമെത്തി. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ആലത്തൂരിലെ വിവിധ സ്കൂളിലും ഓഡിറ്റോറിയങ്ങളിലുമായി നടന്നുവന്ന വിവിധ മത്സരങ്ങളിൽ ആലത്തൂരും പാലക്കാടും തമ്മിൽ കനത്ത പോരാട്ടം നടന്നുവെങ്കിലും 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാടിനെ പിന്നിലാക്കി ആതിഥേയർ കിരീടം സ്വന്തമാക്കി. മത്സരിച്ച 100 ഇനങ്ങളിലും എ ഗ്രേഡ് നേടി സെഞ്ചുറി അടിച്ച ഗുരുകുലം സ്കൂളിന് 500 പോയിന്റോടെ തുടർച്ചയായ 25ാം വർഷവും 1ാം സ്ഥാനം നിലനിർത്താനായി. 2ാം സ്ഥാനത്തെത്തിയ ശ്രീകൃഷ്ണപുരം HSS 280 പോയിന്റും 3ാമതെത്തിയ തൃക്കടീരി PTM HSS 218 പോയിന്റും നേടി. HSS വിഭാഗത്തിൽ ആലത്തൂരും തൃത്താലയും 416 പോയിന്റ് നേടി ഒന്നാമതെത്തി. HS വിഭാഗത്തിലും ആലത്തൂരാണ് ഒന്നാമത്. UP വിഭാഗത്തിൽ പാലക്കാട് 179 പോയിന്റോടെ ഒന്നാമതെത്തി. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. As District Police Chief of Palakkad, I would like to emphasize one more point that as discipline is essential in law and order, it is equally important in art as well as in life. Discipline has important role to play. Talent flourishes best when guided by discipline. Talent cannot flourish in an undisciplined environment. Talent flourishes best when guided by discipline. Respect and responsibility as well. Let us encourage our children to balance creativity with values, which are very much essential. That is the most important thing that we have to teach our children, the values, so that they grow into responsible citizens to enrich our society. Friends, that is our ultimate goal. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TM സലീന ബേബി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് AEO രമേശ്, കൈറ്റ് ജില്ലാ മേധാവി സിന്ധു, പാലക്കാട് AEO രമേശ്, സംഘടനാ പ്രതിനിധി AA ശ്രീനി എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷാജി നന്ദിയും പറഞ്ഞു. CCN പാലക്കാട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ HSSന് തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെയും സാമൂഹിക ചൂഷണങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്ത ഒറ്റ എന്ന നാടകമാണ് വട്ടേനാടിന് ഈ അഭിമാന നേട്ടം സമ്മാനിച്ചത്. നാടകത്തിലെ സത്യം പറയുക തന്നെ ചെയ്യും, ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും എന്ന പഞ്ച് ഡയലോഗ് സദസ്സിൽ ഇടിമുഴക്കം പോലെ ഉയർന്നു കയറി. സമൂഹത്തിലെ
സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന ഇവാൻ എന്ന കഥാപാത്രത്തെ മികവോടെ അവതരിപ്പിച്ച പി അഭിനവ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നാടകം അവതരിപ്പിച്ച രീതിയും വിഷയത്തിന്റെ ആഴവും വിധികർത്താക്കളുടെ പ്രശംസ പിടിച്ചുപറ്റി. ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിലെ KP അഖിലും ആർ ഘാതയുമാണ് പട്ടേനാട് സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിച്ചത്. അതേസമയം വാണിയംകുളം TRKHSS അവതരിപ്പിച്ച ചുവട് എന്ന നാടകത്തിലെ പ്രകടനത്തിന് S ശ്രീഗൗരി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചുവട് എന്ന നാടകത്തിൽ പീലി പാപ്പനായാണ് ശ്രീഗൗരി വേഷമിട്ടത്. CCN പാലക്കാട്. മലപ്പുറം അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് തസ്തികയിൽ നിന്നും വിരമിച്ച NM മെഹ്റലിക്ക് പെരിന്തൽമണ്ണ സായി സ്നേഹതീരൻ ട്രൈബൽ ഹോസ്റ്റലിൽ യാത്രയയപ്പ് നൽകി. CV സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സായി സ്നേഹതീരം പ്രസിഡന്റ് KS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാൽ, ഡോക്ടർ കൊച്ചു S മണി, സായി സ്നേഹതീരം കോർഡിനേറ്റർ KR രവി, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, സാംസ്കാരിക പ്രവർത്തകൻ ബിജുമൻ പന്തിരിക്കുലം, മോഹൻ വെള്ളാട്ട്, കുറ്റിരി മാനുപ്പ, KC അബ്ദുൽ ലത്തീഫ്, ഹോസ്റ്റൽ വിദ്യാർത്ഥിനി ലിഖിന, കൃഷ്ണദാസ് ആൽപ്പാറ എന്നിവർ പ്രസംഗിച്ചു. NM മെഹ്റലി മറുപടി പ്രസംഗം നടത്തി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-നും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ വിമർശനവുമായി CPIM നേതാവ് M സ്വരാജ്. നിലതെറ്റിയ രാഷ്ട്രീയവുമായാണ് UDF മുന്നോട്ടു പോകുന്നതെന്ന് സ്വരാജ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു M സ്വരാജ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരു ചേർക്കലും ചിഹ്നം പതിപ്പിക്കലും നടന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 മേശകളിലായാണ് സജ്ജീകരണം നടന്നത്. വിവിധ മുന്നണികളിലായി ത്രിതല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിശ്വകർമ്മജരെ വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് വിശ്വകർമ്മ മഹാസഭ. വിശ്വകർമ്മജർക്ക് മതിയായ ഭരണ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മുന്നണികൾ തയ്യാറാകണമെന്നും വിശ്വകർമ്മ മഹാസഭ ആവശ്യപ്പെട്ടു. 64ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആവേശകരമായ പരിസമാപ്തി. 982 പോയിന്റോടെയാണ് ആലത്തൂർ ഉപജില്ല ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നിൽ 981 പോയിന്റോടെ പാലക്കാടും 942 പോയിന്റോടെ തൃത്താല ഉപജില്ല മൂന്നാമതുമെത്തി. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഒപ്പന മത്സരം മികവുറ്റതാക്കി മത്സരാർത്ഥികൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ DHSS നെല്ലിപ്പുഴയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ TRKHSS വാണിയംകുളവും ജേതാക്കളായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.